Welcome to BSc Main Physics, Semester 6, Paper 1, Solid State Physics, Class number S17, Law Method and Rotating Crystal Method of X-ray diffraction. The law method and the rotating crystal method of X-ray diffraction. And this is class number 17 of Semester 6, BSc Main Physics, Paper 1, Solid State Physics. So at first we see what is the law experiment, the law method of X-ray diffraction, the law experiment, law spots, and in this we see law spots. What are law spots? You see the experimental arrangement. The first one is an X-ray tube which produces X-rays. Then they are made narrow beam, made narrow using lead slits S1 and S2, and then it falls on a zinc sulfide crystal, and we obtain diffraction pattern as shown. Diffraction pattern are concentric circles like in the figure shown here B. Figure B is called law spots. They are just like the Newton's rings, or the diffraction pattern, circular diffraction pattern we see, and this shows X-ray diffraction pattern. These spots are called law spots. അപ്പോൾ ഈ എക്സ്റേ ഡിഫ്രാക്ഷൻ്റെ ക്രിസ്റ്റൽ ഡിഫ്രാക്ഷൻ്റെ ഒരു പരീക്ഷണമാണ്, രണ്ടാമത്തെ പരീക്ഷണമായിട്ട് വേണമെങ്കിൽ പറയാം. അതാണ് ഈ ലോ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇതിനകത്തുള്ളത് ഒരു എക്സ്റേ ട്യൂബാണ്. അതിൽ നിന്ന് വരുന്ന എക്സ്റേ നമ്മൾ രണ്ട് സ്ലിറ്റിലൂടെ കടത്തിവിടും, രണ്ട് ലെഡ് സ്ലിറ്റുകളിലൂടെ കടത്തിവിടും. നാരോ ബീം, മോണോക്രോമാറ്റിക് ബീം പുറത്തേക്ക് വരും. അതൊരു സിങ്ക് സൾഫൈഡ് പോലെയുള്ള ക്രിസ്റ്റലിനകത്ത് പതിക്കുകയാണ്, ഡിഫ്രാക്റ്റ് ചെയ്യും. ഈ സിങ്ക് സൾഫൈഡ് ക്രിസ്റ്റൽ ഒരു ഗ്രേറ്റിംഗ് പോലെ പ്രവർത്തിക്കുകയും ഡിഫ്രാക്റ്റ് ചെയ്യും. നമുക്ക് ഒരു ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ നമുക്ക് ഒരു സ്പോട്ട്, ഒരു സർക്കുലർ പാറ്റേൺ ദൃശ്യമാകുകയും ചെയ്യും. സ്പോട്ട് ഇങ്ങനെ നിരത്തി ഇട്ടുള്ള സർക്കുലറായിട്ടുള്ളൊരു പാറ്റേൺ കിട്ടും. ഈ പാറ്റേണിനെ വിളിക്കുന്ന പോലെ ലോ സ്പോട്ട്സ്. അപ്പോൾ ഇത് സാധാരണ ഈ വേവ്സ് അല്ലെങ്കിൽ ലൈറ്റ് കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എക്സ്റേ ക്രിസ്റ്റലിനകത്ത് കടത്തിവിട്ടാൽ ഇങ്ങനെ സംഭവിക്കും എന്ന് കാണിക്കുകയാണ്. എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പടം, എക്സ്പെരിമെൻറ്റ്. You see the explanation. X-rays of a range wavelength, വ്യത്യസ്തമായ range wavelength are allowed to pass through slits to make it narrow. വ്യത്യസ്തമായിട്ടുള്ള വേവ് ലെങ്ത് കാണിക്കുന്ന എക്സ്റേസ് ഒരു രണ്ട് നാരോ സ്ലിറ്റിനകത്തൊരു കടത്തിവിടുക. ഇറ്റ് ഈസ് ദെൻ ഇൻസിഡൻറ്റ് ഓൺ എ ക്രിസ്റ്റൽ വിച്ച് ഇസ് ഹെൽഡ് സ്റ്റേഷനറി, ഒരു സ്റ്റേഷനറി ക്രിസ്റ്റലിനകത്തൊരു കടത്തിവിടുക. എ ഫ്ലാറ്റ് ഫോട്ടോഗ്രാഫിക് ഫിലിം ഈസ് യൂസ്ഡ് ആസ് എ ഡിറ്റക്ടർ. ഇങ്ങനെ വന്ന് വീഴുന്ന എക്സ്റേയുടെ ഡിറ്റക്ടറായിട്ട് ഒരു ഫോട്ടോ ഫിലിമാണ് ഉപയോഗിക്കുന്നത്. എ ഫ്ലാറ്റ് ഫോട്ടോഗ്രാഫിക് ഫിലിം ഈസ് യൂസ്ഡ് ആസ് എ ഡിറ്റക്ടർ. The diffraction pattern is a series of spots called law spots. See figure B. നമ്മൾ നേരത്തെ കണ്ട രണ്ട് പടത്തിൽ രണ്ടാമത്തെ ഫിഗർ, അതാണ് ലോ സ്പോട്ട്സ് എന്ന് പറയുന്നത്. ആ സർക്കുലർ സ്പോട്ടായിട്ട് കിട്ടുന്ന ആ പാറ്റേൺ, അത് ലോ സ്പോട്ട്സ് എന്ന് പറയും. The diffraction pattern is a series of spots called law spots that we have seen. The law spots are arranged according to the different geometric patterns for different crystals depending upon their structure. അപ്പോൾ സ്ട്രക്ചർ അനുസരിച്ച്, ക്രിസ്റ്റൽ സ്ട്രക്ചർ അനുസരിച്ച് ഈ സ്പോട്ടുകളെല്ലാം വ്യത്യസ്തമായ പാറ്റേൺ അറേഞ്ച് ചെയ്യും. The experiment proved that എന്നതാണ് proved that. The experiment proved that number one, X-rays are electromagnetic radiations and it can be diffracted. It can be diffracted. X-rays are electromagnetic radiations and it can be diffracted. Number two, the atoms of a crystal are arranged in a regular 3-dimensional lattice. ക്രിസ്റ്റലിനകത്ത് ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു റെഗുലർ 3-dimensional ലാറ്റിസ് ആണ്. അപ്പോൾ ഈ രണ്ട് പോയിൻ്റാണ് ലോ ഫോർമുലേഷൻസ് എന്ന് പറയുന്നത്. What are the law formulations? What are law spots? What are law formulations?
അപ്പോൾ ഈ ലോ എക്സ്പെരിമെൻറ്റിലൂടെ തെളിയിക്കപ്പെട്ട പ്രൂവ്ഡ് ദാറ്റ് എന്തൊക്കെയാണ് തെളിയിച്ചത്? നമ്പർ 1, എക്സ്റേസ് ആർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആൻഡ് ക്യാൻ ബി diffracted. Number 2, the atoms of a crystal are arranged in a regular 3-dimensional lattice. ആറ്റമുകളെല്ലാം ക്രിസ്റ്റലിനകത്ത് ഒരു 3-dimensional ലാറ്റീസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. Using this method, the symmetry and orientations of crystal planes can be determined. അപ്പോൾ ഇത് വെച്ച് സിമിട്രിയും ക്രിസ്റ്റൽ സിമിട്രിയും അതുപോലെ അവയുടെ ക്രിസ്റ്റൽ പ്ലെയിൻസും നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലെയിൻ ലോ സ്പോർട്സ് ആൻഡ് ലോ ഫോർമുലേഷൻസ് ഓഫ് എക്സ്റേ ഡിഫ്രാക്ഷൻ. എക്സ്പ്ലെയിൻ ലോ സ്പോർട്സ് ആൻഡ് ലോ ഫോർമുലേഷൻസ് ഓഫ് എക്സ്റേ ഡിഫ്രാക്ഷൻ. ഇനി ഒരു മെത്തേഡ് കൂടി നമുക്ക് എക്സ്റേ ഡിഫ്രാക്ഷൻ പഠിക്കാനുണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് റൊട്ടേറ്റിംഗ് ക്രിസ്റ്റൽ മെത്തേഡ്. റൊട്ടേറ്റിംഗ് ക്രിസ്റ്റൽ മെത്തേഡ് ഈ ക്രിസ്റ്റൽ ഇങ്ങനെ കറക്കിയിട്ട് പഠിക്കുന്ന രീതിയാണ്, ഡിഫ്രാക്ഷൻ നടത്തുന്ന രീതിയാണ് റൊട്ടേറ്റിംഗ് ക്രിസ്റ്റൽ മെത്തേഡ്. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. യു സീ ദ ഡയഗ്രാം, റൊട്ടേറ്റിംഗ് ക്രിസ്റ്റൽ മെത്തേഡ് ഡയഗ്രാം. റൊട്ടേറ്റിംഗ് ക്രിസ്റ്റൽ മെത്തേഡ് ഡയഗ്രാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഈ എക്സ്റേ എൻ്റർ ചെയ്യാനായിട്ടൊരു ഓപ്പണിംഗ് ഉണ്ട്, അത് പുറത്തേക്ക് വരാനുള്ള വഴിയുണ്ട്. ഒരു സിലിണ്ടറിക്കൽ ക്യാമറയാണ്, ഫോട്ടോ ഫിലിം അവിടെ അഫിക്സ് ചെയ്തിരിക്കും. ഒരു ക്രിസ്റ്റൽ നമ്മൾ ഒരു പ്രത്യേക ഒരു ആക്സിസിൽ അതിന് നടുക്ക്, ആ സിലിണ്ടറിൻ്റെ നടുക്ക് ഒരു ക്രിസ്റ്റൽ ഇങ്ങനെ നമ്മൾ മൗണ്ട് ചെയ്തിരിക്കുകയാണ്. അത് തിരിക്കുക, നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. അതൊരു കംപ്ലീറ്റ് റൊട്ടേഷനൊക്കെ തിരിക്കാവുന്നതാണ്. അപ്പോൾ സിലിണ്ടറിക്കൽ ക്യാമറ, ഫോട്ടോ ഫിലിമാണ് ആ സിലിണ്ടറിൻ്റെ അകത്ത് പതിച്ചിരിക്കുന്നത്. ആ ക്രിസ്റ്റൽ നടുക്ക് വെച്ചിട്ടുണ്ട്. എക്സ്റേ ഇൻസിഡൻ്റ് ആകും, അത് ഡിഫ്രാക്റ്റ് ചെയ്ത് പുറത്തേക്ക് വരും. അത് ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ സ്പോട്ടുകൾ അല്ലെങ്കിൽ ഇംപ്രഷൻ ഉണ്ടാക്കും. You see, the pattern is recorded. This is the method. The rotating crystal method. In the rotating crystal method, single crystal under study is rotated through an axis in a direction perpendicular to the beam of monochromatic X-rays. The incident beam is diffracted from the crystal plane during its rotation when the value of theta, theta is a glancing angle, value of theta satisfies the Bragg condition, that is 2d sin theta is a lambda. In the rotating crystal method, a single crystal under study is rotated about an axis in a direction perpendicular to the beam of the monochromatic X-rays. The incident beam is diffracted from the crystal plane during its rotation when the value of theta satisfies the Bragg condition. അപ്പോൾ ഇത് റൊട്ടേറ്റിംഗ് ക്രിസ്റ്റലാണ് മെത്തേഡാണ് കാണിച്ചിരിക്കുന്നത്. എക്സ്റേ വന്ന് ക്രിസ്റ്റൽ വീഴും, ആ ക്രിസ്റ്റൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻസിഡൻറ്റ് ബീം അതിൽ വന്ന് വീഴും, ക്രിസ്റ്റൽ പ്ലെയിൻ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് വ്യത്യസ്തമായ ആംഗിളിന്. The pattern is recorded. The pattern is recorded on an X-ray film in a cylindrical camera. There is a possibility that some of the planes are repeated in a complete rotation. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഫോട്ടോ ഫിലിമിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ ക്രിസ്റ്റൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ പ്ലെയിൻസ് റിപ്പീറ്റ് ചെയ്ത് വരാം. കംപ്ലീറ്റ് റൊട്ടേഷൻ
to the planes are repeated in a complete rotation. So there is overlapping diffraction pattern. To avoid this, usually the crystal is oscillated through a limited angular range. അപ്പോൾ ഇത് ക്രിസ്റ്റൽ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് അതിന് ഡിഫ്രാക്ഷന് ആവശ്യമായിട്ടുള്ള പ്ലെയിനുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരേ പ്ലെയിൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാം. അത് ഒഴിവാക്കാനായിട്ട് ഈ ക്രിസ്റ്റലിനെ നമ്മൾ ഒരു ചെറിയ ആംഗുലാർ റേഞ്ചിൽ മാത്രമേ റൊട്ടേറ്റ് ചെയ്യാവൂ. ദ പാറ്റേൺ ഈസ് റെക്കോർഡഡ് on an X-ray film in a cylindrical camera. There is possibility that some of the planes are repeated in a complete rotation. So the planes are repeated in a complete rotation. Planes are repeated in a complete rotation. That's repetition. Planes are repeated in a complete rotation. അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് റൊട്ടേഷൻ ആവർത്തിച്ചിട്ടുണ്ട്, അതൊന്ന് മാറ്റുക. So there is overlapping of diffraction pattern. അതുകൊണ്ട് ഡിഫ്രാക്ഷൻ പാറ്റേണിൻ്റെ ഓവർലാപ്പിംഗ് ഉണ്ടാകും. To avoid this, usually the crystal is oscillated through a small limited angular range. അപ്പോൾ ഈ പാറ്റേണിൻ്റെ ഓവർലാപ്പിംഗ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ക്രിസ്റ്റലിനെ ഒരു ചെറിയ ആംഗുലാർ റേഞ്ചിൽ മാത്രമേ കറക്കാവൂ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലൈൻ ദി റൊട്ടേറ്റിംഗ് ക്രിസ്റ്റൽ മെത്തേഡ് ഓഫ് എക്സ്റേ ഡിഫ്രാക്ഷൻ. അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്തപ്പോൾ ആ പടത്തിന് ഒരു ചെറിയ ഷിഫ്റ്റിംഗ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് റീയായിട്ടത് റെക്കോർഡ് ചെയ്യുന്നില്ല. നിങ്ങൾ നോക്കിയാൽ മതി പടം. ഇതൊരു സിലിണ്ടറിക്കൽ ക്യാമറയാണ്. നടുക്കാണ് ക്രിസ്റ്റൽ നമ്മളൊരു ആക്സിലിൽ മൗണ്ട് ചെയ്തിരിക്കുകയാണ്. താഴെ കറക്കിയാൽ ക്രിസ്റ്റൽ റൊട്ടേറ്റ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നത് ഒരു ഓപ്പണിംഗ് ആണ്, ഇൻസിഡൻറ്റ് എക്സ്റേ ആണ്. റൈറ്റ് സൈഡിൽ ബീം ഔട്ടാണ്, ബീം പുറത്തേക്ക് പോകും. പിന്നെ ഡിഫ്രാക്റ്റ് ചെയ്യുന്ന എക്സ്റേ എല്ലാം ഫിലിമിൻ്റെ സൈഡുകളിൽ പതിക്കും. ക്യാമറയാണ് വരച്ചിരിക്കുന്നത്. ആ പടം ഒന്ന് നീറ്റായിട്ട് വരച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഷിഫ്റ്റ് ചെയ്ത് കിടക്കുകയാണ്. That is all with your 17th class on crystal structure. We continue our class with the interatomic forces. Thank you very much.